ഏവർക്കും സ്വാഗതം, വണക്കം, വെൽക്കം. ഇന്ന് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ കേന്ദ്രീകരിച്ച് ചില ആത്മീയ സത്യങ്ങൾ ഏവരുമൊത്ത് ഹ്രസ്വമായി പരിഗണിക്കുക എന്നതാണ് ലക്ഷ്യം. ആ ഉപമ നമുക്ക് സുപരിചിതമാണ്. വിത്ത് വിതയ്ക്കുന്നവൻ പുറപ്പെട്ടു, അവൻ വിത്ത് വിതച്ചു. കുറച്ച് വിത്തുകൾ വഴിയരികിൽ വീണു, കുറച്ച് പാറപ്പുറത്ത് ആഴമില്ലാത്ത മണ്ണിൽ വീണു, ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, ചിലത് നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധ്യതയുള്ള ആഴമുള്ള മണ്ണിൽ വീണു. ഈ 6 അവസ്ഥകളിൽ വിതയ്ക്കപ്പെട്ട വിത്തുകളിൽ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ, അല്ലെങ്കിൽ പുറപ്പെടുവിക്കാത്ത ഫലവും പുറപ്പെടുവിക്കുന്ന ഫലവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇതാണ് ഈശോയോട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ വഴിയരികിൽ വീണ വിത്ത് മുളച്ചില്ല, അത് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി. ആഴമില്ലാത്ത പാറപ്പുറത്തുണ്ടായിരുന്ന അല്പം മണ്ണിൽ വീണ വിത്ത് മുളച്ചുവെങ്കിലും മണ്ണിന് ആഴമില്ലാത്തത് കൊണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം, മണ്ണിന് ആഴമില്ലാത്തത് കൊണ്ട് അവ ഉണങ്ങിപ്പോയി, അവ ഫലം പുറപ്പെടുവിച്ചില്ല. മുള്ളിന് ഇടയിൽ വീണ വിത്ത് മുളച്ചെങ്കിലും അത് വളർന്നപ്പോൾ വളരാനുള്ള സാഹചര്യമില്ലാതെ മുള്ളുകൾ അതിനെ ഞെരിച്ച് കളഞ്ഞതുകൊണ്ട് അവയ്ക്കും ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആഴമുണ്ടിൽ ഉള്ള മണ്ണിൽ വീണ വിത്തുകൾ 100, 60, 30 മേനി വിളവ് നൽകി എന്ന് പറയുന്നു. അവിടെ 3 തരത്തിലുള്ള മണ്ണുകളുണ്ട്. ആഴങ്ങൾക്കും 3 തോതുകളുണ്ട്. 100 മേനിയുണ്ട്, 60 ഉണ്ട്, 30 ഉണ്ട്. വളരെ ശ്രദ്ധേയമായ ചില ഡീറ്റെയിൽസാണിവ. ഇവയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഇത് കർഷകർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലോ വിത്ത് വിളയ്ക്കുക. അപ്പോൾ കൃഷിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് യേശു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു ഉപമയായതുകൊണ്ടാണ് ഒരു കർഷകനെ പോലെ ഞാൻ വസ്ത്രം ധരിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് കൃഷിയിൽ താല്പര്യമുണ്ടായിരുന്നു, അറിവുണ്ടായിട്ടല്ല, താല്പര്യമുണ്ടായിരുന്നു. അറിവുള്ളതുകൊണ്ട് താല്പര്യം ഉണ്ടാകണമെന്നില്ല. എന്നാൽ താല്പര്യമുണ്ടെങ്കിൽ അറിവുണ്ടാകും, അത് മറ്റൊരു കാര്യം. ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ച് കേരളത്തിൽ വന്ന ശേഷം കൃഷി ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ വിജയിച്ചില്ല. തന്നെയുമല്ല, എൻ്റെ പ്രായം പരിഗണിച്ച് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഇനി കൃഷി ചെയ്യാൻ പോകരുത്, പോയാൽ അധികം താമസിയാതെ കൃഷി ചെയ്യുന്ന മണ്ണിനോട് ചേരേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നില്ല. എന്നാലും കൃഷിയെപ്പറ്റിയുള്ള ധ്യാനം ഞാൻ നടത്താറുണ്ട്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന, അല്ല എന്നെ പ്രത്യേകമായി സ്വാധീനിക്കുന്ന ഒരു പരിഗണന, യേശു ഒരു തച്ചൻ്റെ ഭവനത്തിൽ വളർന്നുവെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവനും പ്രകൃതിയിലും കൃഷിയിലുമായിരുന്നു എന്നത് വളരെ ചിന്തോദ്ദീപകമായൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പൊരുൾ എന്താണ് എന്നവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ കൂടുതലായി അത് കൈകാര്യം ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് യേശു സൃഷ്ടിച്ച ഒരു ഉപമയാണിത് എന്ന് വളരെ പ്രകടമാണ്. ഇറ്റ്സ് എവിഡൻ്റ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്, പ്രഥമ ദൃഷ്ട്യ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിതിൻ്റെ ഓരോ അംശവും എടുത്ത് സാധാരണ സുവിശേഷ പ്രസംഗത്തിൽ നടത്തുന്നത് പോലെ വിവക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഈ ഉപമയെ ആകമാനം കരുപിടിപ്പിക്കുന്ന, ആകമാനം അതിന് സ്വഭാവവും അർത്ഥവും പ്രത്യേകതയും നൽകുന്ന, അതിൻ്റെ ഉൾക്കാമ്പ് എന്താണ് എന്ന് മാത്രം വെളിപ്പെടുത്തിയിട്ട് എൻ്റെ ചിന്തകൾ ഉപസംഹരിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന മർമ്മങ്ങളാണ് യേശു ഈ ഉപമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം മുഴുവനും ദൈവരാജ്യത്തിൻ്റെ വിവിധ സ്വഭാവങ്ങളെ, വശങ്ങളെ വെളിപ്പെടുത്തുന്ന ഉപമകളുടെ ഒരു സമാഹാരമാണ്. അതിലെ ആദ്യത്തെ ഉപമയാണ് വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ.
ആ ഉപമ അവസാനിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ പ്രസ്താവനയുടെ തന്നെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ഉള്ളടക്കത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ബുദ്ധി എന്നതുകൊണ്ട് യേശു ഇപ്രകാരം പ്രസ്താവിക്കുന്നതിൻ്റെ അർത്ഥം, നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം, പ്രതീകാത്മകമായി പറഞ്ഞാൽ നമ്മുടെ കാതുകളെ കൊട്ടി അടച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ ആക്കി വെക്കുന്ന ചില അവസ്ഥകളും ധാരണകളും നമ്മുടെ ഉള്ളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് ആത്മീയ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നു. അതിനെപ്പറ്റി നിങ്ങൾ ബോധമുള്ളവരായിരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടായിട്ടല്ല നിങ്ങൾക്ക് പൊടി കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത്. പിന്നെയോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മനഃപൂർവ്വം സ്ഥാപിച്ചിരിക്കുന്ന പല ഘടകങ്ങൾ നിങ്ങളുടെ ആത്മീയ കാതുകളെ 100% കൊട്ടി അടച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ആത്മീയമായ സത്യങ്ങൾ മനസ്സിലാക്കാനോ മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അത് പോഷണമായി അനുഭവിക്കാനോ സാധ്യമല്ല എന്ന അടിസ്ഥാനപരമായ ഒരു വെളിപ്പെടുത്തലാണ് യേശു സൂചിപ്പിക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നല്ല ചെവിയുള്ളവരോടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് ശാരീരികമായ ചെവികളെ പറ്റിയല്ല ഇത് പറയുന്നത് എന്നത് സ്പഷ്ടമാണ്. മനുഷ്യൻ എന്തുകൊണ്ടാണ് ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇത്ര പ്രയാസം, ഇത്ര വൈമനസ്യം? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഉപമയുടെ ഭാഷയിൽ പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് മനുഷ്യരുടെ വ്യക്തിത്വം ഈ വഴിയരികിൻ്റെ അവസ്ഥ പോലെയും ആഴമില്ലാത്ത പാറയുടെ മേൽ കിടക്കുന്ന മണ്ണിനെ പോലെയും മുള്ളും പറക്കാരെയും മാത്രം തെങ്ങി നിൽക്കുന്ന ഇടങ്ങളെപ്പോലെയും ആയിത്തീരുന്നത്? എന്തുകൊണ്ടാണ് വളരെ അപൂർവം ചില ആളുകളുടെ വ്യക്തിത്വം 100, 60, 30 മേനി വിളവ് നൽകുന്ന ആഴമുള്ള മണ്ണ് പോലെ ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ വ്യക്തിത്വം ആ മഹനീയമായ അവസ്ഥ പ്രാപിക്കുന്നതിൽ പരാജയപ്പെടുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായൊരു അറിവില്ലാതെ ആത്മീയമായി നമുക്ക് പുരോഗമിക്കുവാനോ മുന്നോട്ട് പോകുവാനോ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും മേന്മ പ്രാപിപ്പാനോ സാധ്യമല്ല എന്നതുകൊണ്ട് പ്രാവർത്തികമായി അതിപ്രാധാന്യം അർഹിക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ ദയവായി തിരിച്ചറിയുവാൻ അല്പം ക്ലേശിക്കേണ്ടി വന്നാലും അത് നല്ലതാണ് എന്ന് ഏവരും ധരിക്കും എന്നതാണ് എൻ്റെ പ്രത്യാശ. ഇത് മതപരമായ യാതൊരു വ്യത്യാസവുമില്ലാതെ, ലിംഗമാകട്ടെ, ഭാഷയാകട്ടെ, സംസ്കാരമാകട്ടെ, ഇതൊരു വ്യത്യാസവുമില്ലാതെ സാർവലൗകികമായ എല്ലാവർക്കും പ്രസക്തമായ പ്രയോജനം ചെയ്യുന്ന ഒരു തിരിച്ചറിവാണ് ആത്മീയത. എപ്പോഴും സാർവലൗകികമായിരിക്കും. മതം പ്രാദേശികമായിരിക്കും, അല്ലെങ്കിൽ പരോക്യയിലായിരിക്കും. പക്ഷേ ആത്മീയത അങ്ങനെയല്ല എന്നത് എങ്കിലും ഏവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതിനെ നിയന്ത്രിക്കുന്ന, തിട്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ യേശു ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഉപമയുടെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെ ഏറ്റവും കൂടുതലായി സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ. ഈ 2 ഘടകങ്ങളെ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ എല്ലാ അംശങ്ങളും രൂപീകരിച്ചിട്ടുള്ളതും നിർവഹിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ ഘടകങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ യേശുവിൻ്റെ പഠിപ്പീരുകളെയോ യേശുവിൻ്റെ ഇടപെടലുകളെയോ യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ആകത്തുകയോ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ 2 തത്വങ്ങൾ എന്താണ്? 1, ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിശ്ചയമായും ദൈവം സ്ഥാപിച്ച ആഴത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യ വ്യക്തിത്വത്തിൽ ആഴമുണ്ടായിരിക്കണം. മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഉപരിപ്ലവതയുടെ ഒരു പ്രതിഭാസമല്ല എന്നതിനെപ്പറ്റി യാതൊരു തർക്കവുമില്ലല്ലോ. ദൈവമില്ല എന്ന് വേണമെങ്കിൽ ആളുകൾക്ക് നിർബന്ധം പിടിക്കാം. പക്ഷേ ദൈവമുണ്ട് എന്ന് സമ്മതിക്കുന്ന നിമിഷത്തിൽ എല്ലാവരും സമ്മതിക്കേണ്ടതാണ്, ദൈവം ഉപരിപ്ലവതയുടെ ഒരു പ്രതിഭാസമല്ല. ദൈവം അനന്തമായ ആഴത്തിൻ്റെ പ്രതിഭാസമാണ്.
അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ അവസ്ഥയിൽ, അവൻ്റെ വ്യക്തിത്വത്തിൽ അളക്കാനാവാത്ത ആഴമുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും വിവാഹത്തിൽ കൂടി ഒരു ശരീരമായി എന്നൊക്കെ പറഞ്ഞാലും സത്യം എന്താണെന്ന് ചോദിച്ചാൽ 50 വർഷം കൂടെ താമസിക്കുന്ന ദമ്പതിമാർ, ഭാര്യ ഭർത്താക്കന്മാർ, ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളും പങ്കിട്ട് ആത്മാവിൽ ഒരു ശരീരത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നവരും ആത്യന്തികമായി പരസ്പരം പൂർണ്ണമായി അറിയുന്നവരല്ല. അത് ആരുടെയും പരാജയമല്ല, അത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മാഹാത്മ്യമാണ്. മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് അളക്കാൻ കഴിയാത്ത ആഴം സ്ഥാപിച്ചിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നത് മനുഷ്യ സൃഷ്ടിയുടെ അഭൗമമായ പ്രത്യേകതയും അന്തസ്സും അഭിമാനവുമാണ്. നാം യഥാർത്ഥത്തിൽ അഭിമാനിക്കേണ്ടത്, യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടത്, യഥാർത്ഥത്തിൽ സൃഷ്ടികർത്താവിനെ സ്തുതിക്കേണ്ടത് ഇന്ന ആനുകൂല്യം കിട്ടി, പ്രമോഷൻ കിട്ടി, വീസ കിട്ടി, ടിക്കറ്റ് കിട്ടി, മകൾക്ക് ഭർത്താവിനെ കിട്ടി, ഭർത്താവിന് കുഞ്ഞിനെ കിട്ടി, ഇതൊന്നും വെച്ചല്ല. നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിൽ ആഴം എന്ന് പറയുന്ന അഭൗമമായ വിലതീരാത്ത നിധി സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. നമ്മൾ ഒരു വ്യക്തിയെപ്പറ്റി അതൃപ്തിയോടെ സംസാരിച്ചാൽ അവൻ വെറും ഒരു പടമാണ് എന്ന് പറയത്തില്ല, വെറൊരു പടമാണ്, വെറും ഉള്ളൊന്നുമില്ലാത്തവനാണ്, അവൻ വലിയ കഥയില്ലാത്തവനാണെന്ന് നമ്മൾ പറയും. മലയാളത്തിൽ കഥയില്ലാത്തവനെന്ന് പറഞ്ഞാൽ ആഴമില്ലാത്ത വ്യക്തിത്വം എന്നാണ് എൻ്റെ അർത്ഥം. ഒരു വ്യക്തിയെ ഏറ്റവും നിശ്ചിതമായി വിമർശിക്കാൻ ഉപയോഗിക്കാവുന്ന പദം ഈ ഉപരിപ്ലവതയാണ്. അവൻ ഉപരിപ്ലവതയുടെ വ്യക്തിത്വമാണെന്ന് പറഞ്ഞാൽ പിന്നെ അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് അർത്ഥം. അവന് മൃഗങ്ങളുമായി ഒരു വ്യത്യാസവുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഒരു പക്ഷേ മൃഗങ്ങളിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചാലും അവരിൽ നിന്നും പ്രതീക്ഷിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നാം ഏറ്റവും കൂടുതൽ വിലമതിക്കേണ്ടത് നാം എന്ന പ്രതിഭാസത്തിൻ്റെ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആഴമാണ്. ആഴം, ഈ ആഴത്തെ ഉണർത്തുക എന്നതാണ് ആത്മീയതയുടെ സുപ്രധാനമായ ദൗത്യം. എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും, സ്വാഭാവിക മനുഷ്യർ, അവരുടെ തന്നെ ആഴങ്ങളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടാണ് വളർന്നു വരുന്നതും സ്ഥിതി ചെയ്യുന്നതുമെന്ന ഒരു സാർവത്രികമായ സത്യം നാം ആദ്യമേ തിരിച്ചറിയണം. നാം നമ്മിൽ നിന്ന് അന്യാധീനപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ, സൂക്ഷ്മമായി പറഞ്ഞാൽ, നമ്മുടെ ജീവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നാം അന്യാധീനപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തിക്കും തന്നെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. മറ്റുള്ളവർക്ക് നമ്മെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു പ്രശ്നം. അതിനേക്കാൾ ജടിലമായ പ്രശ്നമാണ്, അതിനേക്കാൾ നമ്മെ വിഷമിപ്പിക്കേണ്ട പ്രശ്നമാണ് നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ നാം പ്രതികരിച്ച വിധം, പെരുമാറിയ വിധം, നാം എടുത്ത നിലപാടുകൾ പിൽക്കാലത്ത് നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, ലജ്ജിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് നമ്മെ തന്നെ വ്യക്തമായ അറിവുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ. പൗലോസ് അപ്പോസ്തലൻ തൻ്റേതായ ഭാഷയിൽ ഇതേ ആശയം അവതരിപ്പിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ചെയ്യേണ്ട നന്മ എന്താണെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്യരുതാത്ത തിന്മ എന്താണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ ഞാൻ വെറുക്കുന്ന തിന്മ മാത്രം ചെയ്യുന്നൊരവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ട് എന്നിൽ മരണത്തിൻ്റെ മർമ്മം പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ അറിയാത്ത ഒരു മർമ്മം, എൻ്റേതല്ല എന്ന് ഞാൻ കരുതുന്നൊരു മർമ്മമാണ് എൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത്. അതാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം
ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഫ്രോയിഡിൻ്റെയും യുങ്ങിൻ്റെയും ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങൾക്ക് ഞാൻ അപരിചിതനാണ്. ഞാൻ എന്നെ തന്നെ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഫിലോസഫി, തത്വശാസ്ത്രത്തിൻ്റെ, ദാർശനികതയുടെ ഉറവിടം തന്നെ, ഗ്രീക്ക് ഫിലോസഫിയുടെ ഉറവിടം എന്താണ്? നിങ്ങളെ തന്നെ തിരിച്ചറിയുക. അപ്പോളോ എന്ന് പറയുന്ന ദൈവം മനുഷ്യരാശിക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? നോ ദൈ സെൽഫ്. നിങ്ങളെ തന്നെ അറിയുക. കാരണം നിങ്ങൾക്കറിയാൻ മേലാത്തത് തന്നെയാണ്. നാം ആരും നമ്മെ തന്നെ വേണ്ടതുപോലെ അറിയുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ആഴങ്ങളിൽ നിന്ന് നാം അന്യവൽക്കരിക്കപ്പെടുമ്പോൾ മനുഷ്യർക്ക് സംഭവിക്കുന്ന 3 അവസ്ഥകളെയാണ് വഴിയരികിൻ്റെ അവസ്ഥ, പാറമേലുള്ള ആഴമില്ലാത്ത മണ്ണിൻ്റെ അവസ്ഥ, മുള്ളും പറക്കാരെയും വളരുന്ന ആ മണ്ണിൻ്റെ അവസ്ഥ. ഇങ്ങനെ കാവ്യാത്മകമായി യേശു സൂചിപ്പിക്കും. അതുകൊണ്ട് ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകളെ ശ്രദ്ധിച്ചാൽ അവ മുഴുവനും മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ആഴങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടി ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അത്ഭുത പ്രവൃത്തിയാണെങ്കിലും അത് പഠിപ്പീരാണെങ്കിലും. 2 ഉദാഹരണത്തിൽ കൂടെ ഇത് വ്യക്തമാകും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അങ്ങനെ പടകിൽ കയറി സഞ്ചരിക്കുമ്പോൾ സമുദ്രം ഇളകി, കാറ്റ് പടകിന്മേൽ അടിച്ചു, അത് മുങ്ങുമാറായി എന്ന് വായിക്കുന്നു. അപ്പോൾ പത്രോസിൻ്റെ അവസ്ഥ എന്താണ്? അവൻ മരണഭീതി കൊണ്ടിട്ട് യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ മരിച്ചു പോകുന്നത് നിനക്ക് ചിന്തയില്ലയോ? എന്തുകൊണ്ടാണ് ആ അനുഭവത്തിൽ കൂടെ യേശു മനഃപൂർവ്വം അവരെ നടത്തുന്നത്? അവിടെ ആഴങ്ങൾ ഉണരുവാനാണ്. അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, അല്പവിശ്വാസികളെ. വിശ്വാസം ആഴത്തിൻ്റെ അവസ്ഥയാണ് എന്ന് ക്രിസ്ത്യാനി ഇന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ മത ആചാരങ്ങൾ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള വികൃതമായ ധാരണകൾ മുഴുവനും ഉപരിപ്ലവതയുടെയും കാപട്യത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ആകെത്തുകയാണ് എന്നത് നാം തിരിച്ചറിയേണ്ട പരിതാപകരമായ ഒരു അവസ്ഥയും അതിൻ്റെ യാഥാർത്ഥ്യവുമാണ്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം. എന്തിനാണത് ചെയ്യുന്നത്? അവരുടെ കാല് കഴുകുന്നതിൽ കൂടെ യേശു ഉദ്ദേശിച്ചത് അവരുടെ കാലിൻ്റെ വൃത്തിയോ സൗന്ദര്യമോ കൂട്ടാനല്ല, അവരുടെ ഉള്ളത്തെ സ്പർശിക്കുവാനാണ്. നിലവിലിരിക്കുന്ന സംസ്കാരത്തിൽ ഒരു ഗുരുവിന് അവൻ്റെ ശിഷ്യന്മാരുടെ സ്പർശിക്കണമെങ്കിൽ, ഉള്ളിനെ ഉണർത്തണമെങ്കിൽ, അവിടെ ഒരു ചലനം സൃഷ്ടിക്കണമെങ്കിൽ കാല് കഴിയെങ്കിലേ സാധ്യമാകുകയുള്ളൂ. അതിന് പര്യാപ്തമായ വേറൊരു ഭാഷയുമില്ല. ഇത് മനസ്സിലാക്കാതെയാണ് എല്ലാ വർഷവും മെത്രാന്മാരും കത്തനാന്മാരും ചില ആളുകളെ പിടിച്ച് അവിടെ കാല് കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് യാതൊരു ബോധമുള്ളവർ ഇത് ചെയ്യുകയുമില്ല. ഞാൻ അതും അങ്ങ് വിടുകയാണ്, കൂടുതലായി പരാമർശിക്കുന്നില്ല. അപ്പോൾ നാം വളരെ കൃത്യമായി വ്യക്തമായി ധരിക്കേണ്ട ഒരു കാര്യം, ആത്മീയതയുടെ അടിസ്ഥാന മർമ്മങ്ങൾ 2ആണ്. അതിലൊന്ന് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുകയും ഉണർത്തുകയും അതിനെ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുക. അതിൽ കൂടെ ഉപരിപ്ലവതയിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് ആഴങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി അവനെ രൂപാന്തരപ്പെടുത്തുക. അതാണ് രൂപാന്തരത്തിൻ്റെ അർത്ഥം തന്നെ. മനുഷ്യനവൻ ജനിക്കുന്നത് മുതൽ ഈ ലോകത്തിൽ നിന്ന് പ്രാപിക്കുന്ന എല്ലാ അറിവുകളും പരിശീലനങ്ങളും ഉപരിപ്ലവതയുടെ പരിശീലനങ്ങളാണ്. അതുകൊണ്ട് നാം ഇതുവരെ ധരിച്ചു വച്ചിരിക്കുന്ന എല്ലാ ധാരണകളും, ആർജിച്ചിരിക്കുന്ന സമീപനങ്ങളും കാഴ്ചപ്പാടുകളും ഉപരിപ്ലവതയാണ്. നമ്മുടെ സൗന്ദര്യബോധം ഉപരിപ്ലവതയുടേതാണ്. സമ്പത്തിനെ പറ്റിയുള്ള നമ്മുടെ ധാരണ എല്ലാം ഉപരിപ്ലവതയുടേതാണ്. സന്തോഷം ഉപരിപ്ലവതയുടേതാണ്. അങ്ങനെ മറ്റും എന്ത് നിങ്ങൾ പരിഗണിച്ചാലും ഇത് മുഴുവനും ഉപരിപ്ലവതയുടെ കാഴ്ചപ്പാടിൽ കൂടെ മാത്രം നാം അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ചില അവസ്ഥകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നിടത്തോളം കാലം ആത്മീയമായ കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് കാതുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, കേൾക്കാൻ ചെവികളുവാൻ കേൾക്കട്ടെ. ആത്മീയമായ സത്യങ്ങൾ കേൾക്കണമെങ്കിൽ ഉള്ളിൻ്റെ കാത് കൊണ്ട് കേൾക്കണം എന്ന് മാത്രവുമല്ല, അങ്ങനെ കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളിന് ആഴം വർദ്ധിക്കുകയുമുള്ളൂ. ഇത് രണ്ടും പരസ്പര പൂരിതമായ സത്യങ്ങളാണ്. അപ്പോൾ ഇത്
ഈ ഒരവസ്ഥ നാം പ്രാപിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ആത്മീയമായി അല്പം പോലും ഫലപുഷ്ടിയില്ലാത്തതായിത്തീരും. അത് ചില യാന്ത്രികമായ ആചാരങ്ങളുടെ ബാഹുല്യം കൊണ്ട്, അതിൻ്റെ പാപ്പരത്വം അത്തിയില കൊണ്ട് നഗ്നത മറച്ചതുപോലെ മറച്ചു പിടിക്കാനായി സാധിക്കുമെങ്കിലും ഇതിൽ ഉൾപ്പെട്ടു പോയിരിക്കുന്ന ഈ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആളുകളും അവരുടെ ഏകാന്ത നിമിഷങ്ങളിൽ സത്യവുമായി അവർക്ക് ബന്ധം വരുമ്പോൾ അവർ തിരിച്ചറിയും അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവർ പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്. എന്നാൽ ആ ദാരിദ്ര്യത്തെ ഉപേക്ഷിക്കുവാൻ യാതൊരു മനസ്സുമില്ല. അതാണ് പ്രശ്നം. യേശു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതെന്താണ് അതിൻ്റെ അർത്ഥം? ആത്മാവിൽ ദരിദ്രരാകുക എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ, അതായത് ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ എന്ത് വില കൊടുക്കുവാനും ഞാൻ തയ്യാറാണ്. ജീവൻ കൊടുത്തും അത് പ്രാപിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന അവസ്ഥയിൽ വരുന്നവനാണ് ആത്മാവിൽ ദരിദ്രരായവർ എന്ന പദം കൊണ്ട്, എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അതിൽ തന്നെ ഒരു വിഷയമാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അത് കൂടുതലായി കൈകാര്യം ചെയ്തത്. ഇത് ഒന്നാമത്തെ മർമ്മം, അതായത് ഉള്ളിൻ്റെ ആഴം. രണ്ടാമത്, അപ്പോൾ എല്ലാ വ്യക്തികളുടെയും അടിസ്ഥാന ആവശ്യം എന്താണ്? അവനവൻ്റേതായ അവനവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മഹനീയമായ സമ്പത്തായ, അതുല്യമായ സമ്പത്തായ ആഴം കണ്ടെത്തുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആഴം ആഴത്തോട് സംസാരിക്കുന്നു. ആത്മീകമായ ആശയവിനിമയം ഇപ്രകാരമാണ് കാവ്യാത്മകമായ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആഴം ആഴത്തോട് സംസാരിക്കുന്നു. അങ്ങനെ അല്ലാതെ മറ്റൊരു വിധത്തിലും ഈ ആശയവിനിമയം നടത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വചന ശുശ്രൂഷ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോഴും അത് 100% ഫലശൂന്യമായി പോകുന്നത്. ഉപരിപ്ലവതയോട് സംസാരിക്കുന്ന ശബ്ദകോലാഹലം മാത്രമാണ്. ഇതൊരു പരിപാടിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പെന്തക്കോസ്തുകാർ പോലും ഇപ്പോൾ അനീഷ് കാവാലം പോലുള്ള ആളുകൾ ഇതൊരു കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ കാര്യം ഉപരിപ്ലവതയോട് ഇത് മാത്രമേ കാരുണ്യം കാണിക്കാൻ, അല്ലെങ്കിൽ സംഭാവന ചെയ്യുവാൻ, ഔദാര്യം ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ എന്നതിൻ്റെ തെളിവാണ്. പിന്നെ അതിൻ്റെ നഗ്നത മറയ്ക്കാനാണ് ഈ മറുഭാഷയിട്ട് ഗീച്ചത്. അതും ഉപരിപ്ലവതയാണ്. ശബ്ദകോലാഹലം ഉപരിപ്ലവതയാണ്. എന്നാൽ സങ്കീർത്തനം എന്താണ് പറയുന്നത്? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുവീൻ. പക്ഷേ അത് ആഴത്തിൻ്റെ സ്വഭാവമാണ് മിണ്ടാതിരിക്കുക എന്നുള്ളത്. മിണ്ടാതിരുന്ന് അന്വേഷിക്കുകയും അറിയുകയും ചെയ്യുന്ന ആഴത്തിൻ്റെ സ്വഭാവവും കഴിവുമാണ്. ഉപരിപ്ലവതയുടെ കഴിവ് എന്താണ്? ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുക, അലറുക, ചാടുക, മറിയുക, ചെവി പൊട്ടുന്നത് പോലെ ആ അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ കുരച്ചുകൊണ്ടേയിരിക്കുക. അത് ആഴത്തിൻ്റെ ഭ്രാന്താണ്. അത് ഒരു ഉപരിപ്ലവതയുടെ ഭ്രാന്താണ്. എപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ആഴത്തോട് ബന്ധം പ്രാപിക്കുന്നു, അന്ന് ഈ രോഗം ശമിക്കും. ഇത് ആദ്യത്തെ മർമ്മം. രണ്ടാമത്തെ മർമ്മം എന്താ ചോദിച്ചാൽ, എപ്രകാരം നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ആഴത്തോട് ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ ഈ സർവ്വസൃഷ്ടിയുടെയും ആകെത്തുകയോടും ബന്ധം പുലർത്തുവാൻ നമുക്ക് ആവശ്യമുണ്ട്. അതില്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ദാരിദ്ര്യത്തിൻ്റെ വ്യക്തിത്വമായിരിക്കും. ദൈവരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടെന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും തമ്മിലുള്ള സമന്വയമാണ്. വ്യക്തിത്വത്തിൻ്റെ ആഴവും സൃഷ്ടിയുടെ ആകെത്തുകയും തമ്മിലുള്ള മനോഹരമായ വേഴ്ചയാണ് ദൈവരാജ്യത്തിൻ്റെ മനോഹാരിത എന്നാണ് ഈ 4 സുവിശേഷങ്ങൾ അല്പം ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്, വിശ്വസിക്കുന്നു. അത് യേശുവിൻ്റെ എല്ലാ പഠിപ്പീരുകളിലും വ്യക്തമാണ്. ഇപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം വിഭാവന ചെയ്ത വിധത്തിൽ മനുഷ്യരായി ലോകത്തിൽ അർത്ഥവത്തായി ജീവിക്കണമെങ്കിൽ ഈ സൃഷ്ടിയുടെ ആകെത്തുകയോടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്, എപ്രകാരമായിരിക്കണമെന്ന് തിരിച്ചറിയണം. ഉപ്പിന് അതായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ ആകെത്തുകയോട് ബന്ധമുള്ളതുപോലെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ ആകെത്തുകയോട് ബന്ധം പുലർത്തുകയും അങ്ങനെ ആകെത്തുകയോട് ബന്ധം പുലർത്തുന്നതിൽ കൂടെ ഉദിക്കുന്ന അച്ചടക്കവും ചുമതലബോധവും വെച്ച് നിങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് ആ ഉപദേശത്തിൻ്റെ അർത്ഥം. നിങ്ങൾ പാചകം ചെയ്തിട്ട് അതിനകത്ത് ഉപ്പിടുമ്പോൾ ആ പാചകം ചെയ്യുന്ന ഒരു കൂട്ടാനാകട്ടെ, കറിയായിക്കോട്ടെ, എന്തോ ആകട്ടെ,
അതിൻ്റെ ഒരു മൂലയിൽ മാത്രമാണ് ഉപ്പിരിക്കുന്നത്. ആ പാചകം ചെയ്ത എല്ലാ കാര്യത്തിൻ്റെ എല്ലാ അംശങ്ങളിലും അത് പകരുന്നില്ലേ? അതുപോലെ നിങ്ങളുടെ ബോധതലങ്ങൾ ഈ ഭൂമിയുടെ പൂർണ്ണതയെ ഉൾക്കൊള്ളുന്നവയായിരിക്കണം. ആ ലക്ഷ്യത്തിൽ വേണം നിങ്ങൾ വളരാൻ എന്നാണ് എൻ്റെ അർത്ഥം. ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. പക്ഷേ ഉപരിപ്ലവത നോക്കുമ്പോൾ ഇതൊരു വലിയ അപകടമാണ്. ഉപരിപ്ലവതയുടെ താല്പര്യം എന്താണ്? എനിക്കുള്ള ചെറിയ ഇടം ഞാൻ കാത്തു സൂക്ഷിക്കണം, ബാക്കിയുള്ളതൊക്കെ എനിക്ക് ശത്രുക്കളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തെ വെറുക്കണം, വേർപാടാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ വെറും അല്പത്തരക്കാരനാണ്, ഞാൻ ഉപരിപ്ലവതയുടെ അടിമയാണ്, ഞാൻ വെറും ബലഹീനനാണ്, എന്നെക്കൊണ്ട് ഒന്നും നടക്കത്തില്ല എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. യേശു അപ്രകാരം ഉപരിപ്ലവതയുടെ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നുവെങ്കിൽ ഈ ലോകം രക്ഷയുടെ വെളിച്ചം കാണുമായിരുന്നില്ല. അവൻ എന്തുകൊണ്ടാണ് അനന്തമായി എല്ലാ അതിരുകളെയും ഭേദിച്ച് എല്ലാവർക്കും നന്മ വരത്തക്കവണ്ണം മനുഷ്യനിർമ്മിതമായ എല്ലാ ലേബലുകളെയും ഉപേക്ഷിച്ച് ജനങ്ങളോട് ബന്ധം സ്ഥാപിച്ച് അവിടെ ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ തക്കവണ്ണം ഇടപെട്ടതെന്ന് ചോദിച്ചാൽ ഈ രണ്ട് മർമ്മങ്ങൾ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ആഴത്തെയും എല്ലാ മനുഷ്യർക്കും സർവ ചരാചരങ്ങളോടും ബന്ധം പുലർത്താനുള്ള ആവശ്യത്തെയും തിരിച്ചറിഞ്ഞ് ഇത് രണ്ടും മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു, അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് യഥാർത്ഥത്തിലുള്ള മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മാത്രമേ മനുഷ്യരായി തീരുകയുള്ളൂ. അങ്ങനെ മനുഷ്യരായി തീരുന്നവർ മാത്രമേ ദൈവമക്കളാകുകയുള്ളൂ എന്ന തിരിച്ചറിവിലാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ എല്ലാ അംശങ്ങളും രൂപീകരിക്കുകയും നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു ഈ ഉപമ അപ്രകാരമുള്ളൊരു മനസ്സിൽ മാത്രമേ ഈ ഉപമ രൂപം കൊള്ളുകയുള്ളൂ, ഉടലെടുക്കുകയുള്ളൂ. ആഴങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന് തിരിച്ചറിയുന്നൊരു വ്യക്തിക്ക് മാത്രമേ. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ ആഴത്തിൻ്റെ വ്യക്തിത്വം വേണം. അതുകൊണ്ടാണ് നല്ല നിലമെന്ന് പറഞ്ഞാൽ ആഴമുള്ള നിലം, അത് വ്യക്തമാണ് ആ ഭാഗത്ത്. ആഴമുള്ള നിലത്ത് വീണ വിത്തുകൾ 100, 60, 30 മേനി വിളവ് പുറപ്പെടുവിച്ചു. മറ്റ് വിത്തുകൾ നല്ല വിത്തുകളായിരുന്നു. ഇതുപോലെ നല്ല ഫലം പുറപ്പെടുവിച്ച വലിയ കൊയ്ത്തുണ്ടാക്കിയ വിത്ത് പോലെ മറ്റേ വിത്തും മേന്മയേറിയ വിത്തുകളായിരുന്നു. പക്ഷേ അവ ചെന്ന് നിപതിച്ചത് ഇപ്രകാരമുള്ള അവസ്ഥയിലുള്ള മനുഷ്യ ജീവിതത്തിലായതുകൊണ്ട് അവിടെ ഒരു ഫലവും ഉണ്ടായില്ല. നമുക്കറിയാം, യേശു തന്നെ കപ്പർദഹൂമിലൊക്കെ തൻ്റെ ശുശ്രൂഷയുടെ ഫലപുഷ്ടി വേണ്ടതുപോലെ കാണാഞ്ഞത് കൊണ്ട് ദുഃഖിച്ച് അവരോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ചെയ്ത പ്രവൃത്തികൾ ഖോനിലും സിരോനിലും നടത്തിയിരുന്നുവെങ്കിൽ അവിടെ ആളുകൾ എന്നെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുഭവത്തിൻ്റെ ആ തീച്ചൂളയിൽ നിന്നാണ് യേശു സംസാരിക്കുന്നത്. നമുക്കറിയാം, യേശു ഗെത്സമന തോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത വലിയ വേദന അനുഭവിച്ചു. അവൻ രക്തം വിയർപ്പായി അനുഭവിച്ചു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? മനുഷ്യ സ്വഭാവത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ കട്ടിയായ അവസ്ഥ, ഉള്ളിനാഴമില്ലെങ്കിൽ മനുഷ്യൻ്റെ വ്യക്തിത്വം പാറക്കല്ല് പോലെയാണ്. പണ്ട് ഒരു ഭർത്താവ് അല്പം കുടിച്ച് ഭാര്യയോട് നന്നായി വഴക്കിട്ടു. ആ വഴക്കിട്ടപ്പം പണ്ടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമുക്കറിയാം, ചണ്ട കൂടിക്കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയോട് സ്നേഹം കാണിക്കുന്നത് വീട്ടിലുള്ള ചട്ടിയും കലമൊക്കെ തല്ലിപ്പൊട്ടിച്ചെടുത്ത് വെള്ളോട്ട് എറിഞ്ഞ് വീട് പാഴും ശൂന്യമാക്കിയിട്ടാണ് തൻ്റെ പുരുഷത്വം കാണിക്കുന്നത്. അങ്ങനെ അവൻ കാണിച്ചു. അപ്പം ഇത് എല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം വീടിൻ്റെ മുറ്റത്തൊരു കല്ലിൽ പോയി അവിടെ ഇരുന്നപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞു, വേദോത്സവം പറഞ്ഞ നിവൃത്തിയായി, ഒരു കല്ലിന്മേൽ കല്ല് അവശേഷിച്ചു എന്ന ഒരു കഥയുണ്ട്. അപ്പോൾ മനുഷ്യൻ അങ്ങനെ ആയിത്തീരും. നമുക്കറിയാം, ഫറവോൻ അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി എന്ന് പറയുന്നത്. പ്രശ്നം എന്താണ്? ഉപരിപ്ലവതയാണ്. ആ ഉപരിപ്ലവതയിൽ മനുഷ്യന് സ്നേഹത്തോടോ കരുണയോടോ സത്യത്തോടോ നീതിയോടോ യാതൊരു പ്രതിപത്തിയും ഉണ്ടാകുകയില്ലെന്ന് മാത്രമല്ല, ഇതൊക്കെ മനുഷ്യൻ്റെ ബലഹീനതകളാണ് എന്ന് മാത്രമേ ചിന്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരാതെ ഒരു നന്മയും നിനക്കുണ്ടാകുകയില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമ്മെ അന്യവൽക്കരിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന്
നമ്മുടെ മതബോധവും മത ആചാരവുമാണെന്ന ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. സംസ്കാരം മറ്റൊരു ഘടകമാണ്, രാഷ്ട്രീയം മറ്റൊരു ഘടകമാണ്, പണക്കൊതി മറ്റൊരു ഘടകമാണ്. പക്ഷെ ഇവയൊക്കെ ഈ കല്ലിൻ്റെ രൂപത്തിലാക്കി വെക്കുന്നത് ദൈവബോധമില്ലാത്ത, ദൈവത്തോട് വിധേയത്വമില്ലാത്ത മതബോധം, മത ആചാരങ്ങൾ, മതരീതികൾ മാത്രമാണ്. യേശുവിൻ്റെ വിഭാവനയ്ക്ക് തുലവും വ്യത്യസ്തമായി ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭ മാത്രമാണ് യാഥാർത്ഥ്യം, അതിനുള്ളിലെ മാമാങ്കങ്ങൾ മാത്രമാണ് അർത്ഥവത്തായത്, ലോകത്തിൽ മറ്റൊന്നിനും വിലയില്ല എന്ന് പറയുന്നവൻ അവൻ ഉപരിപ്ലവതയുടെ മതം മാത്രമാണ് അറിയുന്നത്. അവൻ യേശുവിൻ്റെ മാർഗവുമായി പുലബന്ധം പോലുമില്ല എന്ന സത്യം ഈ വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിയുക. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലുള്ള, ലോകത്തിലുള്ള എല്ലാ ക്രിസ്തീയ സഭകളും മനുഷ്യനെ ഈ അസത്യവും അന്ധകാരത്തിൻ്റെ, അന്ധതയുടെ ഉത്ബോധനങ്ങൾ മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ ആശയങ്ങളെ അതിൻ്റെ പരിശുദ്ധിയിൽ ജനങ്ങളുടെ മനസാക്ഷിയിലേക്ക് പകരുന്ന ഒരു ശുശ്രൂഷ ഇനിയും ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അപ്രകാരമുള്ള ഒരു ശുശ്രൂഷ നിലവിലില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ പരിതാപകരമാണ്. ഈ ഒരു ദുരവസ്ഥയ്ക്ക് ഒരു അറുതിയുണ്ടായി. യേശുവിൻ്റെ വ്യക്തിത്വത്തെയും ആത്മീയ ദർശനത്തെയും ആദർശങ്ങളെയും വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പരിശുദ്ധിയിൽ മനസ്സിലാക്കി ഇപ്പോൾ നമ്മെ അടിമകളാക്കി വച്ചിരിക്കുന്ന വർഗീയ മതസങ്കല്പങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിച്ച് യേശുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനധ്യാനം തൽക്കാലം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.